വിവാഹിതരെ ഇതിലെന്നുള്ള സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിട്ട് ആഹാ എന്ത് ഭംഗിയുള്ള കണ്ണാണ്, എന്ത് സുന്ദരിയായിരിക്കുന്നതൊക്കെ ഞാൻ ചുമ്മാ വിചാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ പത്മനാഭൻ സാറ് ഫസ്റ്റ് പറഞ്ഞു സിനിമയിൽ നിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന മധു സാറാണ്, അമ്മ സുകുമാരി ചേച്ചിയാണ്, നിൻ്റെ പേരായിട്ട് ശോഭനയാണ്, നിൻ്റെ സിസ്റ്ററായിട്ട് അഭിനയിക്കുന്ന പാർവതിയാണെന്ന് പറയും. ഡാങ് ആഹാ അതാണ്. അങ്ങനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് 1988 ഫെബ്രുവരി 18 ഉദയ സ്റ്റുഡിയോയിൽ, ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ. ഞാനിങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് പാർവതി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞോളെ. അപ്പം ഇങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു കാറിൽ ഇറങ്ങിയിട്ട് നേരെ സുകുമാരി ചേച്ചിയും പാർവതിയും കൂടി ഇങ്ങോട്ട് വന്നു. അപ്പം ഞാൻ ചാടി ഇങ്ങനെ തൊഴുത് ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഇരിക്കും ഞാൻ പറഞ്ഞില്ല ഞാൻ നിന്നോളാം. അവർ രണ്ടുപേരും ഇരുന്നിട്ട് ഫസ്റ്റ് എൻ്റെ അടുത്ത് പറയുന്നതാണ് ഞാൻ മിമിക്രിയുടെ കാസറ്റ് കേട്ടിട്ടുണ്ട് കേട്ടോ, റെമിനസിൻ്റെ കാസലായിരുന്നു അങ്ങനെയൊക്കെ. അത് അന്ന് ഓഡിയോ കാസറ്റ് ഉണ്ട്, അതെ എൻ്റെ കാറിൽ ഇപ്പോഴും ഉണ്ട് ആ കാസറ്റ്, കലാഭവൻ്റെ കാസറ്റ് ഉണ്ട്. പിന്നെ സുകുമാരി ചേച്ചി ഇങ്ങനെ പറഞ്ഞു ഇരിക്കുക, വേണ്ട വേണ്ട വേണ്ട. അപ്പോൾ ഇപ്പോഴും എൻ്റെ മക്കൾ എന്നെ പല സമയത്തും കളിയാക്കുന്നതാണ്. അമ്മയുടെ മുമ്പിൽ പണ്ടിങ്ങനെ തൊഴുതിട്ട് നിന്നിട്ടുള്ളതല്ലേ അപ്പോൾ അയ്യോ, എന്നിട്ട് എത്ര നേരം നിന്നിട്ടുണ്ട് അമ്മ എന്ന് ചോദിക്കും. പിന്നെ 1 മണിക്കൂറുള്ള അവിടെ തന്നെ എന്നെ തൊഴുതിട്ട്. അയ്യോ, ഇപ്പൊ അവർക്കും ഭയങ്കര ഒരു ഫീൽ ആണ്, സന്തോഷം. ഈ ആ ടൈമിലാണെങ്കിലും പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കൊന്ന് നിങ്ങളുടെ പ്രണയിക്കുന്ന സമയത്ത് നിങ്ങൾ അധികം ആരെയും ഒന്നും അറിയിക്കാതെ, ആരും അറിയാതെയൊക്കെയാണ് കാണുന്നത്. അല്ല, അറിയിക്കാന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഒരു ഇതില്ലല്ലോ, മൊബൈലോ അതോ വാട്സാപ്പ് ചെയ്യാനോ ഒന്നും ഇല്ലല്ലോ. അന്ന് ഒരു കത്തെഴുതുക അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. അതല്ലാതെ വേറെ, അല്ലെങ്കിൽ ലാൻഡ് ഫോണിൽ പോയി വിളിക്കണം. ഇപ്പം ഞാനിവിടെ ഷൂട്ടിങ് ഒറ്റപ്പാലം ഭാഗത്തായിരിക്കാം, അശ്വതി വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. അപ്പം ഞാൻ വൈകുന്നേരം ഒറ്റപ്പാലത്ത് അവിടെ പോയി ചെറുതുരുത്തി ജംഗ്ഷനിലൊരു ബൂത്ത് ഉണ്ട്. അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് ഞാൻ മാത്രം രഹസ്യമായിട്ട് വിളിക്കുന്നുള്ള. പക്ഷെ ആ ചെറുതുരുത്തി ജംഗ്ഷനിലുള്ള അത്രയും കടയിലുള്ള ആൾക്കാർക്കും അവിടുത്തെ നാട്ടുകാർക്കും അറിയോ ഈ അത് പാർവതിനാണ് വിളിക്കാൻ പോണത്. ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ആരും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് കോൾ മറ്റേ ലൈറ്റ്നിങ് കോള് ആരാ ബുക്ക് ചെയ്ത് വന്നോളൂ കേട്ടോ, ആളുണ്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് തന്നെ അയാൾ അവിടുത്തെ കംപ്ലീറ്റ് ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ ഇവിടെ വന്ന് നിൽക്കുക, ഇയാൾ എന്താ സംസാരിക്കുന്ന അറിയാണ്. ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമേ. തിരിച്ചിറങ്ങുമ്പോൾ ഇവർ മൊത്തം ഇങ്ങനെ നോക്കി തന്നെ ചിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട്? കേൾക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അയാൾ വേറെ ഫോൺ വെച്ചൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അതെങ്ങനെ കണ്ടുപിടിച്ചു? പിന്നെ മനസ്സിലായതൊക്കെ. എനിക്ക് തോന്നുന്നു ശ്രീനേട്ടനായിരുന്നോ ഇത് പിന്നെ കണ്ടുപിടിക്കുക അങ്ങനെ തന്നെ? ശ്രീനേട്ടനെ കണ്ടുപിടിക്കാൻ വേണ്ടി സത്യനന്ദിക്കാട് ഒരു സെറ്റില്, തലയണ മന്ത്രം എന്നുള്ള അതിന്റെ സെറ്റില് സത്യനന്ദിക്കാടും ശ്രീനിവാസനും കൂടി സംസാരിച്ചു. ഇങ്ങനൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്, ജയറാമും പാർവതിയും തമ്മിലൊരു ഇഷ്ടത്തിലാണെന്നുള്ളത്, അതെങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചു. ശ്രീനിവാസൻ പറഞ്ഞു 2 പേർക്ക് ഇപ്പം സീനില്ലേ, അടുത്ത സീനിലില്ലേ, ഞാൻ ഇപ്പം കണ്ടുപിടിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ വരുന്നു, ഞാൻ വരുന്നു, സംസാരിച്ചു, എല്ലാം കഴിഞ്ഞു പോകുന്നു. റൂമിലേക്ക് പോയ വഴിക്ക് സത്യ ഒറിജിനലാണ് ഉണ്ട്. ഞാൻ പിന്നെ ചോദിച്ചത് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചു. കാരണം പാർവതി അവിടെ ഇരിക്കുന്നു, സത്യനന്ദിക്കാട് ഇരിക്കുന്നു, ഊർവശി ഇരിക്കുന്നു, ബാക്കിയുള്ള ആൾക്കാർ ഇരിക്കുന്നു, എല്ലാം ഇരിക്കുന്നു. ജയറാം നേരെ വരുന്നു, ബാക്കി എല്ലായിടത്തും ഹലോ ഹലോ, പാർവതി മാത്രം നോക്കുന്നില്ല. അപ്പം ഉറപ്പിച്ചതുണ്ടെന്നുള്ളത് അതാണ്. അങ്ങനെ കണ്ടു. നമുക്ക് ആ സമയത്ത് ടെൻഷൻ ഉണ്ടാവില്ലോ ഹായ് പറയാനല്ലേ? അല്ല, ഞാൻ എങ്ങനെ പറഞ്ഞാൽ ഇനി ആൾക്കാർ വരാറില്ല, അങ്ങനെ ആവശ്യമില്ലാത്ത തിങ്കിങ് ആണത്. ഓവർ ബുദ്ധി കാണിച്ചു പോയതാണല്ലേ? ബുദ്ധി കാണിച്ചാണ് അതങ്ങ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഇപ്പൊ കാളിദാസ് ആണെങ്കിലും ചക്കിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടല്ലേ? രസം. പിന്നെ ഇപ്പം കാളിദാസൊക്കെ ആണെങ്കിലും മൂവി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ജയറാമേട്ടൻ്റെ അടുത്ത് വന്ന് ഹോണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ചോദിക്കാറും നിങ്ങൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, തുടക്കത്തിലൊക്കെ വല്ലതും ചോദിച്ചോന്നല്ല, ഇപ്പൊ ഒന്നുമില്ല. കണ്ണൻ സ്വന്തം അവൻ്റെ ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത്. ആ ഒരു ഇതിലാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, ജയറാമേട്ടൻ്റെ മകള് വരികയാണ്, അഭിനയിക്കാൻ വരികയാണ്. അതും ഈവൻ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്, ചക്കി വരികയാണെന്നൊക്കെ പറഞ്ഞ്. അതും ഇല്ല, ചക്കി ഫസ്റ്റ് വിളിച്ചത് സത്യേട്ടൻ്റെ മോൻ തന്നെയാണ്. അനൂപിന്റെ ഇത് വരന്മാരെ ആവശ്യമുണ്ടെന്നുള്ള സിനിമയില്, അതിലേക്കാണ് ഫസ്റ്റ് വിളിച്ചത്. ചക്കിയാണ് ഫസ്റ്റ് ചോദിച്ച സിനിമയ്ക്ക്. ആ സമയത്ത് ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉണ്ടായിരുന്നു. നേരെ ചക്കി എടുത്ത് ഫസ്റ്റ് ചോദിക്കാൻ പറഞ്ഞത്. അങ്ങനെ ചക്കി എടുത്ത് മെഡ്രാസിൽ വന്നു, കഥ പറഞ്ഞു. ചക്കി പറഞ്ഞു ഞാൻ മെൻ്റലി ഒരു സിനിമ ചെയ്യാനായിട്ട് പ്രിപ്പയർ അല്ല, അതുകൊണ്ടാണ്. എല്ലാം നന്നായിട്ടുണ്ട്, പക്ഷേ അങ്ങനെ കുറേ നിർബന്ധിച്ചു. അതിനുശേഷമാണ് കല്യാണം ചെയ്തത് ആ വേഷം. കല്യാണം ചെയ്തത്. അതിനുശേഷം ജയം രവി ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ അടുത്ത കാലത്ത് വിളിച്ചിരുന്നു. അതെ, വിളിച്ചിരുന്നു. ചക്കി വരുന്നു എന്നൊക്കെ ചോദിച്ചു. ജയം രവിക്ക് തുടക്കം തൊട്ട് അറിയാം ചക്കി.
പക്ഷെ ഇപ്പോൾ കുറേ തെലുങ്കിലും തമിഴിലും കേട്ട് കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഈ വർഷം തന്നെ ചെയ്യുന്നു തോന്നുന്നു. ആണ്. ജയറാമേട്ടൻ വീട്ടിലും ഭയങ്കര നമ്മളെപ്പോഴും കാണുമ്പോഴും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്. എപ്പോഴും ആൾക്കാരുടെ അടുത്ത് ചിരിച്ചല്ലാതെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതിനുമാണ് പോലെ വളരെ പ്ലീസിങ് ആയിട്ട്, വളരെ കാമായിട്ട്, തമാശ പറയുമ്പോൾ അത് വേറെ ലെവലിലോട്ട് വരും. പക്ഷെ എന്നാലും വീട്ടിലും അങ്ങനെ തന്നെയാണോ ജയറാമേട്ടൻ? നമ്മൾ മസിൽ പിടിച്ചിരുന്നിട്ട് എന്ത് കാര്യം? നമുക്ക് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നമുക്ക് എൻ്റേതായിട്ടുള്ള വിഷമങ്ങളുണ്ടാവും, അതെല്ലാം ഉണ്ടാവും. പക്ഷെ അത് 4 പേരെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. മാക്സിമം ഉള്ള കാലത്ത്, ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്ലസൻ്റ് ആയിട്ടിരിക്കുക. എപ്പോഴും നമ്മൾ മനസ്സ് മുഖം വീർപ്പിച്ച് മറ്റുള്ളവർ എന്തിനത് എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. വീട്ടിലാണെങ്കിലും അതെ. ഇപ്പം ഈ മകൾ എന്നുള്ളതിൻ്റെ ട്രെയിലറിൽ എനിക്ക് ത്രോട്ട് കുറച്ച് ഇതാണ് കേട്ടോ അത്. അപ്പോൾ ഈ മകൾ എന്നുള്ളതിൻ്റെ ട്രെയിലറിൽ ഫസ്റ്റ് അച്ഛൻ വരുന്നുണ്ട്, അയ്യോ മോളുടെ ഒരു റിയാക്ഷൻ ഉണ്ട് അതിനകത്ത്, കണ്ടില്ലേ? ഈ റിയാക്ഷൻ തന്നെ എൻ്റെ മോൾക്കും വീട്ടിൽ, മോനും. ഷൂട്ടിങ് കഴിഞ്ഞ് നാളെ അച്ഛൻ വരുന്നുണ്ട്, അയ്യോ 2 പേര്. കാരണം ഞാൻ വന്നാൽ അവിടെ കംപ്ലീറ്റ് താറുമാറായി എന്നുള്ളത് ഉറപ്പാണ്. സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിൽ അടുത്ത 3 ദിവസം സ്കൂൾ എങ്ങനെയെങ്കിലും കട്ട് ചെയ്യിപ്പിക്കും. ഞാൻ കട്ട് ചെയ്യിപ്പിക്കുക, എവിടെയെങ്കിലും പോവുക, ഡ്രൈവിന് പോവുക, അത് അതാണ്. അശ്വതി അതെ, നാളെ വരുന്നുണ്ടല്ലേ, അയ്യോ. അതായത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാം ചിട്ടയായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അതോടുകൂടി തെറ്റെന്നുള്ള അറിയാം. പക്ഷെ അത് ആ ഒരു ഇതുള്ളതുകൊണ്ടാണ് ആ ഒരു കൺസേൺ, അതിൽ സന്തോഷിക്കാം ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ. അതുപോലെ തന്നെ ഈ മൂവിയിൽ മീരയുടെ ഒരു എൻട്രി, കുറേ നാളുകൾക്ക് ശേഷം മീര ജാസ്മിൻ്റെ ഒരു എൻട്രി, മീര ജാസ്മിൻ ആണ് ഇതിൽ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഉള്ള റിയാക്ഷൻ എന്തായിരുന്നു? അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചായിരുന്നു? ഇല്ല, അതിനേക്കാളൊക്കെ എനിക്ക് ഇതിൻ്റെ ഒരു ടോട്ടലായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇത് എന്താ പറയുക വെച്ചാൽ, മകൾ എന്നുള്ള സിനിമ 10-11 വർഷത്തിന് ശേഷം സത്യനന്ദിക്കാടിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ത്രില്ല്. രണ്ടാമത്തത് മീരയുടെ കൂടെ ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. മീര ആദ്യം എന്നെ ഫസ്റ്റ് സത്യേട്ടൻ സെലക്ട് ചെയ്ത ശേഷം ഞാൻ ചോദിച്ചു വൈഫിൻ്റെ ക്യാരക്ടർ ആരാന്ന് ഫിക്സ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് സത്യേട്ടൻ പറയുന്നത് ഇങ്ങനെ മീര. ഞാൻ ചോദിച്ചു മീര എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെയാണ് സത്യേട്ടനായിട്ട് തന്നെ കണ്ടുപിടിച്ച അവർ ദുബായിൽ അബുദാബിയിൽ എവിടെയായിരുന്നു. അങ്ങനെ രണ്ടാമതാണ് മീര വരുന്നത്. പിന്നെ എനിക്ക് അടുത്തതെന്ന് വെച്ചാൽ ഇന്നസെൻ്റ് ഏട്ടൻ്റെ കൂടെ, ശ്രീനിയേട്ടൻ്റെ കൂടെ ഒക്കെ ഞാൻ വർക്ക് ചെയ്തിട്ട് കുറേ കാലങ്ങളായി. ശ്രീനിയേട്ടൻ്റെ കൂടെയൊക്കെ, അതെ അതെ, അവരുടെ കൂടെ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് ഈ തുടക്കകാലത്ത് ഒരു വലിയൊരു യൂണിവേഴ്സിറ്റി പോലെ, ഒരു സ്കൂൾ പോലെ നമ്മൾ ഇവരെയൊക്കെ കണ്ടാൽ പഠിച്ചിരുന്നത്. നമ്മുടെ മാമുക്കോയും ഒടുവിലും മറ്റേവരും അവരിവരൊക്കെ ഉണ്ടായിരുന്നില്ല, ലളിത ചേച്ചിയും നെടുമുടി വേണുചേട്ടനും ഒക്കെ. അവരെ കണ്ടിങ്ങനെ പഠിച്ച് അങ്ങനെ വന്ന് ഇപ്പോൾ ഇതിനകത്ത് പുതിയൊരു തലമുറ കൂടിയുണ്ട്. നസ്ലിനും ദേവികയൊക്കെ ഉണ്ട്. അവരിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ലേ.